പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യക്കമ്പനിക്ക് വേണ്ടി ചെക്ക് ഡാം പൊട്ടിച്ചതായി പരാതി. കോരയാർപുഴയിലാണ് സംഭവം. എടുപ്പുകുളം ഭാഗത്തെ ചെക്ക് ഡാമാണ് പൊട്ടിച്ചത്. ഡാമിൽ വെള്ളം സംഭരിച്ചാൽ മദ്യക്കമ്പനിയുടെ ഭാഗത്ത് പുഴയിൽ വെള്ളം കുറവായിരിക്കും എന്നതിനാലാണ് ചെക്ക് ഡാം പൊട്ടിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വിവരങ്ങളുമായി അരുൺ ചേരുന്നു. അരുൺ, ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മദ്യക്കമ്പനി അവിടേക്ക് കൊണ്ടുവരും എന്ന കാര്യം. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്? വീണ, ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി ഒരു ചെക്ക് ഡാമിൽ തന്നെ പൊട്ടിച്ചിരിക്കുന്നു, അതിനെ തകർത്തിരിക്കുന്നു എന്നുള്ളൊരു പുതിയ പരാതിയുമായിട്ടാണ് പ്രദേശത്തെ നാട്ടുകാരും കർഷകരും ഉൾപ്പെടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എനിക്ക് പുറകിലായിട്ട് കാണുന്ന കോരയാർ പുഴയിലെ ചെക്ക് ഡാം, ആ ചെക്ക് ഡാമിൻ്റെ ഭാഗത്താണ് ഇത്തരത്തിൽ പുഴയിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടാതെ ഈ മദ്യക്കമ്പനിയുടെ ഭാഗത്ത്, അതായത് ഈ മദ്യക്കമ്പനി ഏറ്റെടുത്തിട്ടുള്ള ആ 24 ഏക്കർ ഭൂമി, ആ ഭൂമിയുടെ ഒരു വശത്തുകൂടെ ഈ കോരയാർ പുഴ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ കാണുന്ന ചെക്ക് ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെട്ടാൽ മദ്യക്കമ്പനിയുടെ ഭാഗത്തേക്ക് പുഴയിലേക്ക് വെള്ളം എത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ചെക്ക് ഡാമിൽ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഏകദേശം 65 ലക്ഷം രൂപയുടെ ഫണ്ടിൽ ഇവിടെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്തോ മറ്റോ ഇതിൻ്റെ അരികിലെ ഭിത്തിയും മറ്റും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അരികിലെ ഭിത്തി കട്ടി ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ കർഷകർക്കൊക്കെ വേണ്ടി ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഈ അരികും മറ്റുമൊക്കെ കെട്ടി വെള്ളം സ്റ്റോർ ചെയ്യപ്പെടുന്ന തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ ചെക്ക് ഡാമിൻ്റെ മധ്യഭാഗത്തായിട്ട് ഈ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ തകർത്തിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇങ്ങനെ ഇവിടെ തകർത്ത് കഴിഞ്ഞാൽ, ഇത് പൊളിച്ചിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 65 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുപോലും യാതൊരു ഗുണവുമില്ലാത്ത തരത്തിൽ, കർഷകർക്ക് ഉൾപ്പെടെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത തരത്തിൽ പോവും എന്നുള്ളത് മാത്രമല്ല, ഇവിടെ നിന്നും വെള്ളം ഈ മദ്യക്കമ്പനിയുടെ ഭാഗത്തേക്ക് എത്തും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ നാട്ടുകാരായ ആളുകൾ തന്നെ ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്രയും ലക്ഷങ്ങൾ ചിലവാക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ കർഷകരുടെ കൂടെയാണ്, കർഷകർക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തടയണ നിർമ്മിക്കുന്നത് പറയുമ്പോഴും, ഇത് കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സുപ്രഭാതത്തിൽ JCBയും അതുപോലെ തന്നെ കോൺട്രാക്ടർക്കാരനൊക്കെ ഉൾപ്പെടെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാട്ടുകാർ ഇടപെട്ട് അത് തടഞ്ഞത്. എന്തിനാണ് നിങ്ങളിത് തടയുന്നത് ചോദിച്ചു. കാരണം 3 വർഷം ഇത് ഈ തടയണ നിർമ്മിച്ച ശേഷം 3 വർഷക്കാലം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാതെ ഈ ഷട്ടർ അടച്ച് ക്ലോസ് ചെയ്തിട്ട് 2ാം പ്രാവശ്യമാണ് വെള്ളം സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത്. വീണ്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, കർഷകർക്ക് വേണ്ടിയിട്ടാണോ അതോ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ഇത് പൊളിച്ചു മാറ്റുന്നതെന്ന് അറിയില്ല. പക്ഷേ ഇത് പൊളിച്ചു മാറ്റുന്നതോടൊപ്പം ഇവിടുത്തെ 2000 ഏക്കറോളം വരുന്ന കൃഷിക്കാർക്ക് വെള്ളം സ്റ്റോറേജ് ഇല്ലാതെ ഈ ചെലവഴിക്കുന്ന പണത്തിന് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതായത് ഇവിടുത്തെ ഈ ചെക്ക് ഡാമിൻ്റെ ഈ ഭാഗം പൊളിച്ചു കഴിഞ്ഞാൽ വെള്ളം സ്വാഭാവികമായിട്ടും മദ്യക്കമ്പനിയുടെ ഭാഗത്തേക്ക് എത്തുന്നുള്ളതാണ്. തീർച്ചയായും ഇന്നിപ്പോൾ മദ്യക്കമ്പനി ഏറ്റെടുത്തുള്ള സ്ഥലത്തിൻ്റെ സൈഡിലൂടെയാണ് ഈ കോരയാർ പുഴ കടന്നു പോകുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ളൊരു തടയണ പൊളിക്കുന്നതോടുകൂടി ഈ മദ്യക്കമ്പനി വരും എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം എത്തിക്കാനും ഉള്ള സംവിധാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത് കർഷകരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ്. കാരണം ഈ 2000 ഏക്കറിൽ കൃഷിയാണ് ഈ പ്രദേശത്തുള്ളത്. അവരെല്ലാം ഈ തടയണയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തടയണ പൊളിച്ചു മാറ്റാതെ പൊളിച്ച തടയണ പൂർണ്ണമായിട്ടും അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് പൊളിച്ച തടയണ പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപാട് കർഷകരുണ്ട് ഈ ഭാഗത്ത്. 2.5 ഏക്കർ കൃഷി ഉണ്ട് ഈ ഭാഗത്ത്. ഈ വെള്ളം സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നിലവിലിത് എഞ്ചിനീയറിൻ്റെ ഒരു അനാസ്ഥ മൂലം കെട്ടിയത് കൊണ്ടാണ് ആ ഭിത്തി ഇടിഞ്ഞു പോകാനുള്ള കാരണം. ആ ഭാഗത്ത് ഹൈറ്റ് കൂട്ടാതെ ഒരു ചെറിയൊരു ഇത് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഈ പുഴയ്ക്ക് വരുന്ന വെള്ളം പറഞ്ഞാൽ തമിഴ്നാട് പെയ്താൽ മാത്രമേ ഇവിടെ വെള്ളം നിറഞ്ഞു വരാറുള്ളൂ. അത് അപൂർവമേ വരുള്ളൂ. ബാക്കി ആളെയാറ് ഡാമിൽ വെള്ളം വരെ ചുറ്റൂർ പുഴ ആ ഭാഗത്താണ് പറയുന്നത്. ഈ വെള്ളത്തിന് ഒരു പ്രളയം വരേണ്ട ഒരു സാധ്യത ഇതിലില്ല. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരുടെയും വന്നതുകൊണ്ട് ഇത് വന്നു. ആ എഞ്ചിനീയർ കെട്ടിയതിൻ്റെ അനാസ്ഥ മൂലമാണ് ആ സൈഡ് വെള്ളം കയറി ഇടിഞ്ഞു പോയത്. അതായത് കെട്ടിയ ഭാഗം ഇടിഞ്ഞിട്ടില്ല. ഇതേ ഭാഗത്ത് BML ഭാഗത്ത് ചെക്ക് ഡാം വെച്ചിട്ടുണ്ട്. മറ്റു പല ഭാഗങ്ങളിൽ മേനാമ്പറയിലുണ്ട്. ഇവിടെ എവിടെയും ഷട്ടർ വെച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നേരത്തെ വെച്ചിട്ട് വെള്ളം നിൽക്കാതായപ്പോൾ ഞങ്ങൾ ഇതേപോലെ പാടശേഖര കമ്മിറ്റി എല്ലാവരും കൂടി കൊടുത്തിട്ട് ഇത് അടപ്പിച്ചതാണ്. അപ്പോൾ വീണ്ടും ഒരു ദിവസം വന്ന് പൊട്ടിക്കുമ്പോൾ ഇവിടുത്തെ കോൺട്രാക്റ്റുകാരെ കൊണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പൊട്ടിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. എഞ്ചിനീയർ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പൊട്ടിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. പണിക്കാർക്ക് ആർക്കും ഇത് പൊട്ടിക്കാനുള്ള താല്പര്യമില്ല ഇതിൻ്റെത്. അപ്പോൾ ഇത്രയും ഇവർ പറഞ്ഞത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. 2010 ഈ ഡാം നേരത്തെ കെട്ടിയത്. ആ സമയത്ത് കെട്ടി ഇവിടെ ഒരു 6 ഷട്ടർ വയ്ക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കിയവർ.
ആ സമയത്ത് പറഞ്ഞു ഈ ചെക്ക് ഡാമിന് എന്തിനാ ഈ ഷട്ടർ വയ്ക്കാനുള്ള ഗ്യാപ്പ് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂടുതൽ വെള്ളം വരുമ്പോൾ ഓപ്പൺ ചെയ്ത് വിടാൻ വേണ്ടിയാണ് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വെള്ളം വരുന്നത് ഇത് ചെക്ക് ഡാം പറഞ്ഞാൽ അത് നിറഞ്ഞ് കവിഞ്ഞു പോകാൻ വേണ്ടിയാണ് ചെക്ക് ഡാം കെട്ടണത്. അല്ലാതെ ഷട്ടർ വെച്ച് തോന്നുന്ന ആൾക്കാർ അതിന് പൊട്ടിച്ചെടുത്ത് വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ അത് വെള്ളം നിൽക്കില്ല. അപ്പോൾ അത് എന്തിനാ പറഞ്ഞപ്പോൾ എഞ്ചിനീയർ പറഞ്ഞിട്ടാണ് വച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 കൊല്ലം വെള്ളം നിൽക്കാതായി കർഷകരും മറ്റുള്ളവരും പ്രശ്നം ഉണ്ടാക്കിയിട്ട് രണ്ടാം പറയുന്നത് അടച്ചു. അടച്ചതിന് ശേഷം ആ തെക്കേ ഭാഗത്തുള്ള ഭിത്തി 1 മീറ്റർ ഹൈറ്റ് കൂട്ടേണ്ട പകരം കൂട്ടാത്തത് കൊണ്ട് ഈ വെള്ളം വന്നപ്പോൾ അങ്ങോട്ട് കവിഞ്ഞു പോയി ആ മണ്ണൊക്കെ ഒലിച്ചു പോയപ്പോൾ ആ ഭാഗത്തുനിന്ന് പുഴയിൽ അടിയോടെ മുഴുവനും പോയി. അങ്ങനെ 6-7 കൊല്ലമായി അതങ്ങനെ കിടക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു ബ്ലോക്കിൽ പണ്ട് വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും പണി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആഴം കൂട്ടിയിട്ടുണ്ട്, അല്പം സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇതുകൂടി അടച്ച് വൃത്തിയായാൽ മാത്രമേ ഉദ്ദേശിച്ച വെള്ളം ഇത് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ 2 അടി വരെ 2 അടി വെള്ളമേ ഈ ഡാമിൽ നിൽക്കുകയുള്ളൂ. ഇത്രയും പൈസ ചിലവാക്കിയിട്ട് 2 അടി വെള്ളം നിൽക്കാൻ വേണ്ടി ഈ പണം ചിലവാക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഏതായാലും ഇത്രയും പണം ചിലവാക്കിയിട്ട് ഏകദേശം 65 ലക്ഷം രൂപയോളം ചിലവാക്കിയിട്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതിൽ കർഷകർക്ക് ഗുണമുണ്ടാവണമെങ്കിൽ ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടണം. ഇങ്ങനെ ഇവിടം പൊട്ടിച്ചു കഴിഞ്ഞാൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് കർഷകർ പ്രധാനമായിട്ടും പരാതിയായിട്ട് പറയുന്നത്. മാത്രമല്ല ഈ ചെക്ക് ഡാം ഇവിടെ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ച് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യേണ്ടതിന് പകരം ഇങ്ങനെ ഇവിടെ ഇതിനെ പൊട്ടിച്ച് ഹോളുകൾ ഉണ്ടാക്കിക്കൊണ്ട് ചെക്ക് ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടാത്ത തരത്തിൽ അപ്പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള ആ ഒരു നീക്കം അത് മദ്യ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കർഷകർ വലിയ പരാതിയായിട്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് എലപ്പുള്ളിയിലെ കർഷകരും നാട്ടുകാരും ഉള്ളത്. ഓക്കെ, ശരി ആരും.